രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിടുന്നു CPM-ഉം BJP-യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത് അബദ്ധമല്ല, ബോധപൂർവമായ വീഴ്ച എന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നന്നായി അറിയാമായിരുന്നിട്ടും ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരെ വഞ്ചിച്ചെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 24-നോട് പറഞ്ഞു. MA ഷഹനാസിന്റെ പരാതി ആദ്യം അറിഞ്ഞത് ഷാഫി പറമ്പിലാണ്. സാഡ് സ്മൈലി ഇട്ടുകൊടുക്കുകയാണ് ഷാഫി ചെയ്തതെന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ഇതൊന്നും യാദൃശ്ചികമായിട്ടുണ്ടാവുന്നതല്ല. യാദൃശ്ചികമായിട്ടൊരു മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധമായിട്ട് ഇത് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു ബോധപൂർവമായിട്ടൊരു ക്രിമിനൽ സംഘം കോൺഗ്രസിൻ്റെ അകത്ത് പിടിമുറുക്കിയിരിക്കുന്നു. ഇതുപോലുള്ള ഹാബിച്വൽ ക്രിമിനൽസൊക്കെ ഇങ്ങനത്തെ സുപ്രധാനമായിട്ടുള്ള ഓഫീസുകളിൽ എങ്ങനെ എത്തിച്ചു കോൺഗ്രസ് പാർട്ടി ഉണ്ടായിട്ട് ഒരു 10-100 കൊല്ലത്തിലധികമായല്ലോ, 150 കൊല്ലത്തിൻ്റെയൊക്കെ അടുത്തേക്ക് എത്താറായി. ഇത്രയും വലിയ ഒരു പാർട്ടിയിൽ ഇങ്ങനത്തെ ക്രിമിനലുകൾക്ക് വേണ്ടി ആ പാർട്ടി സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നത് എന്തിനാ? ഇങ്ങനത്തെ ക്രിമിനലുകളെ കൈയൊഴിഞ്ഞ് പാർട്ടിയെ ശുദ്ധീകരിക്കാനല്ലേ അവർ മുൻകൈ എടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരാതികൾ ഉയർന്നു വന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് ഒരു സാഡ് സ്മൈലി മറുപടിയായിട്ട് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സാഡ് സ്മൈലി അയക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങളുണ്ട്, വിവരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഷാഫി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് പാലക്കാടിൻ്റെ MLA ആയിട്ട് ഷാഫി പറമ്പിൽ തുടരുന്ന സമയത്ത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇതുപോലൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ പേവേട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ മുന്നേ തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചിട്ടും അവർ നടപടിയെടുക്കാതെ പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്നതിന് വേണ്ടി, ഈ കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഹുലിനെ ആദ്യം എന്ത് ചെയ്തു? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി. അതിനുശേഷം അദ്ദേഹത്തെ പാലക്കാട് MLA ആക്കി. നിഖിൽ പ്രമേഷാണ് വാർത്തകൾ നിർമ്മിച്ചത്. നിഖിൽ, നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയുകയും അത് ഷാഫി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും അങ്ങനെ തടയൽ ഞങ്ങളുടെ നിലപാടല്ല എന്ന് CPM പ്രഖ്യാപിക്കുകയും ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ അന്ന് തന്നെ ഷാഫിയെ ഉന്നം വെക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതുമാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി നേർക്കുനേർ ഷാഫിയെ ലക്ഷ്യം വെക്കുകയാണ് CPM-ഉം BJP-യും അല്ലേ നിഖിൽ? ഹാഷ്മി കൃഷ്ണ, അതിന് കാരണം എന്ന് പറയുന്നത് ഇന്നലെ രാഹുലിനെതിരെ പുറത്തു വന്ന വെളിപ്പെടുത്തലാണ്. കോൺഗ്രസ് സഹയാത്രികയുടെ വെളിപ്പെടുത്തലിലൂടെ അത് ഷാഫിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും പാലക്കാട്ടേക്ക് രാഹുലിനെ കൊണ്ടുവന്നു. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ സമാനതകളില്ലാത്ത പൊട്ടിത്തെറികൾ അരങ്ങേറിയ സമയമായിരുന്നു. ആ സമയത്ത് രാഹുൽ ഇവിടെ മത്സരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴും അതിശക്തമായ നിലപാടെടുത്തത് ഷാഫി പറമ്പിലാണ്. തൻ്റെ അനുയായിയായി വരേണ്ടത്, അല്ലെങ്കിൽ തനിക്ക് ശേഷം ഇവിടെ വരേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തത് ഷാഫി പറമ്പിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന് ഈ പരാതിക്കാരിയായിട്ടുള്ള ഷഹനാസ് വ്യക്തമാക്കുമ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം ഒരു സാഡ് സ്മൈലിയാണ് അയച്ചു കൊടുത്തത് എന്ന് അവർ വെളിപ്പെടുത്തുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം അല്പം കൂടി വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും BJP-യും CPM-ഉം ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അല്പസമയം മുൻപ് പ്രശാന്ത് ശിവൻ നമ്മളോട് പറഞ്ഞത് ഈ പരാതി ആദ്യം പറഞ്ഞത് ഷാഫി പറമ്പിലിനോടാണ് ഈ യുവതി. അപ്പോൾ അദ്ദേഹം ഒരു സാഡ് സ്മൈലി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. രാഹുലിനെ നന്നായി അറിയാമായിരുന്നിട്ടും, രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് അറിയാമായിരുന്നിട്ടും പാലക്കാട്ടുകാരെ വഞ്ചിക്കാൻ ഷാഫി കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് പ്രശാന്ത് ശിവൻ, BJP-യുടെ ജില്ലാ അധ്യക്ഷൻ, പറയുന്നത്. അതോടൊപ്പം തന്നെ NN കൃഷ്ണദാസ് പറയുന്നത് രാഹുലിനെ കുറിച്ച് നല്ല അറിവുണ്ടായിട്ടും ഈ നേതൃത്വം രാഹുലിനെ ഇവിടേക്ക് അയച്ചു. പാലക്കാട്ട് നല്ല കോൺഗ്രസ്സുകാരുണ്ടായിട്ടും അവരെ ഒന്നും പരിഗണിക്കാതെ ഈ രാഹുലിനെ പരിഗണിച്ചതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ദുസ്സൂചനകളുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാഹുലിനെ ഇവിടെ കൊണ്ടുവന്നവരാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്ന് NN കൃഷ്ണദാസ് പറയുമ്പോൾ അത് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിലും ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിനോട് ഒരു വിയോജിപ്പുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാടധികം ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടേക്ക് കെട്ടിയിറക്കരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരാതികളുടെ കൂമ്പാരം ഉണ്ടാകുമ്പോൾ ആരോപണമുന ഷാഫി പറമ്പിലിന് നേരെ ഉയരുന്നതും. ഓക്കെ, നിഖിൽ പരമേശ്വരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഷാഫി പറമ്പിലിനെ നേർക്കുനേർ കുറച്ചുകൂടി ലക്ഷ്യം വെക്കുന്നു CPM-ഉം BJP-യും എന്നുള്ളതാണ് നിഖിൽ പറഞ്ഞ ആ വാർത്തയുടെ ആകത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.